നിങ്ങളെല്ലാരും ഞങ്ങളെ സഹായിക്കണം. എന്റെ ശരീരത്തിൽ കീറിയിരിക്കാൻ ബാക്കിയില്ല. എല്ലാം കൈവിട്ടു. എല്ലാം കൈവിട്ടു. ഞങ്ങക്ക് ഇനി ഒന്നുമില്ല ഞങ്ങളുടെ കയ്യില്. ഈ വീട് കൈവിട്ടു, ഞങ്ങള് ജോലിയും പോയി. ഞങ്ങക്ക് ഇനി ഒന്നുമില്ല. എല്ലാവരും കൂടി ഉണ്ടാവണം. എല്ലാം കൈവിട്ടു. എനിക്ക് എന്റെ മോനെ നടത്തിക്കണം, സംസാരിക്കണം. എല്ലാം എന്റെ കുടലൊക്കെ കീറി മുറിച്ച്, എന്റെ മലബാരം കീറി മുറിച്ച് ഞങ്ങൾക്ക് ഇനി തുണി പിടിക്കാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ജോലിക്ക് ഒന്നും പറ്റണില്ല. എല്ലാം കൈവിട്ടിട്ട് നിക്കണേ. എല്ലാവരും എന്നെ ഞങ്ങളെ കുടുംബത്തിനെ ഹെൽപ്പ് ചെയ്യണം. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സർജറികളും എന്റെ മോന്റെ ട്രീറ്റ്മെന്റും മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം, എല്ലാവരും സഹായിക്കണം. എന്റെ ഹസ്ബൻഡിന്റെ കുഞ്ഞിന്റെ അവസ്ഥ ഇതാണ്. എന്റെ ഹസ്ബൻഡിന് വയറിൽ മുഴുവനും കുടലിലൊക്കെ മുഴ നിറഞ്ഞിട്ട് ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മുമ്പോട്ടുള്ള ചികിത്സക്ക് പൈസ ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ ജോലിയും ഇപ്പൊ പോയ അവസ്ഥയാണ്. കുഞ്ഞിനാണെങ്കിലും ജനിച്ചപ്പോ മുതല് സെർബ്രൽ പാൾസിയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ്. ആൾക്കാരുടെ ഇടയിലോട്ട് പോവാൻ തന്നെ ഞങ്ങക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാർ ഞങ്ങൾ അറപ്പോടും വെറുപ്പോടെയാണ് നോക്കണത്. ഞങ്ങളൊക്കെ ഈ സമൂഹത്തിൽ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ കൈവിടരുത്. പരിശുദ്ധമായി നോമ്പിന്റെ സമയത്ത് നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു വിഹിതം ഞങ്ങൾക്ക് വേണ്ടി തരണം. വല്ലാത്തൊരു വേദനയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം ഒരു കുടുംബത്തിലെ 3 രോഗികൾ, ആ കുടുംബത്തിന്റെ പ്രിയപ്പെട്ടവരുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. നിങ്ങൾ നോക്കണം, ഒരു കുടുംബത്തിന് 3 ആൾക്കൊക്കെ ഇതുപോലുള്ള രോഗം വരിക എന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. ഇവരെന്നോട് പറയുകയാണ്, ആളുകളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോഴേ അറപ്പോടി